എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യുന്ന നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് ഒരു 1/4 കപ്പോളം വരുന്ന സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സവാള വാടിക്കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സവാള നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള ഇതുപോലെ പകുതി ഒന്ന് ബ്രൗൺ കളറാവുന്ന സമയത്ത് ഒന്ന് വാടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, ഒരുപാട് പേസ്റ്റ് പരുവത്തിലൊന്നും ആക്കി എടുക്കണ്ട, ജസ്റ്റ് ഒരു 2 അല്ലി വെളുത്തുള്ളി ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി ഇതേ കറക്റ്റ് ഈ ഒരു കളറാവുന്ന സമയത്ത് ഇനി നമുക്ക് ഈ ഒരു മസാലക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഉപയോഗിക്കാം കേട്ടോ. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു രീതി തന്നെ ആ ഒരു പൊടികളുടെ പച്ചമണക്ക് കറക്റ്റായിട്ടൊന്ന് മാറിക്കോട്ടെ. അതുവരെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പൊടികളുടെ പച്ചമണക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഒരു കോഴിമുട്ട മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടത് നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള ആ ഒരു സവാളയായിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മുട്ട നന്നായിട്ട് ഈ ഒരു സവാളയായിട്ട് ഒന്ന് മിക്സ് ആകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ആ ഒരു കോഴിമുട്ടയും കൂടി നമുക്കിതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, കൂടി പോകരുത്. കുറഞ്ഞു പോയി കഴിഞ്ഞാലും പിന്നെ നമുക്ക് ചേർക്കാം കേട്ടോ. കൂടി പോയി കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്പിക്ക് ആകുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകും. അപ്പോൾ ഇത് ആവശ്യത്തിന് മാത്രം ഉപ്പും ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ ഒരു സവാളയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. നമ്മൾ സാധാരണ മുട്ട തോരനൊക്കെ ആക്കി എടുക്കുമല്ലോ, നന്നായിട്ട് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ആ ഒരു രീതിയിലെത്തുന്നവരെ നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. മുട്ട പകുതി ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ലൈറ്റായിട്ടുള്ള ആ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഫില്ലിങ്സിന് അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ 1 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഉപ്പിൻ്റെ അളവ് ഒരുപാട് അങ്ങോട്ട് കൂടി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഉപ്പ് ശ്രദ്ധിച്ചിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മുട്ട നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം മെത്തേഡ് തന്നെ നമ്മൾ എക്സ്ട്രാ ഇതിൽ സോസൊക്കെ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ, പൊടികളും അതേപോലെ. അപ്പോൾ ഇതേ കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തിലിടുന്ന സമയത്ത് നമുക്ക് പതുക്കെ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇതേ മറ്റൊരു പാത്രത്തിൽ ഒരു 1/4 കപ്പോളം വരുന്ന ഇളം ചൂടുള്ള പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ഒരു 1/4 കപ്പോളം വരുന്ന ഇളം ചൂടുള്ള സാധാരണ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു മാവിന് ഒരു ലൈറ്റായിട്ടുള്ള മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ടേസ്റ്റ് ഉണ്ടാവുക മൈദ ചേർക്കുമ്പോൾ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ ഒരു 1/4 കപ്പ് അളവിൽ മൈദയും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് ടൈറ്റ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ നമുക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഈ പറഞ്ഞ അളവിൽ മാത്രം പാലും വെള്ളവും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നന്നായിട്ട് മൈദയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുറവാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും പാൽ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പാൽ ഒട്ടും ഉപയോഗിക്കാതെ അതിന് പകരമായിട്ട് മുഴുവനായിട്ടും വെള്ളം ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി ടൈറ്റ് ആയിട്ടുള്ള മാവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ലൂസാക്കിയിട്ടെടുക്കാം.
അവസാനമായിട്ട് ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. കാരണം നമ്മൾ ഉപ്പ് ഇതിലോട്ട് നോക്കിയ സമയത്ത് ഇച്ചിരി ഒന്ന് കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ മാവ് വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് കട്ടിയായി പോകാൻ പാടില്ല. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ താഴോട്ട് ഇടുന്ന സമയത്ത് ലൂസായിട്ട് താഴോട്ട് വീഴണം. അതിനനുസരിച്ചിട്ട് വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ പാലോ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. ഇനി ഇതേ സ്റ്റൗവിൽ ഒരു പാന് നന്നായിട്ടൊന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി. എന്നിട്ട് സാധാരണ നമ്മൾ മൈദ ദോശയൊക്കെ ചുട്ടെടുക്കുമല്ലോ, അതുപോലെ നമുക്ക് ദോശ ഓരോന്നോരോന്നായിട്ട് ഈ ഒരു പാനിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. സാധാരണ നമ്മൾ മൈദ ദോശ ചുട്ടെടുക്കുന്ന ആ ഒരു രീതി തന്നെ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഗോതമ്പ് ദോശ സാധാരണ നമ്മൾ ചുട്ടെടുക്കുമല്ലോ, ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു മാവ് മുഴുവനായിട്ടും ഓരോരോ ദോശയായിട്ട് അങ്ങോട്ട് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ ഇത് ആ ഒരു മാവ് കൊണ്ട് മുഴുവനായിട്ട് ദോശ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഒരു ദോശ എടുത്തിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ ഫില്ലിങ്സ് ഈ ഒരു ദോശയുടെ സെൻറ്ററിലായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് കൂടി പോകേണ്ട, ഈ ഒരു അളവിൽ മാത്രം മതി. എന്നിട്ട് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത് ചീസാണ് കേട്ടോ. ചീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ദോശ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മൈദയുടെ ആ ഒരു ദോശയാണ് ചുട്ടെടുത്തുകൊണ്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രസ് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ ഇത് അവിടെ അങ്ങോട്ട് ഇരുന്നോളും കേട്ടോ. അതുകൊണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇതേ കറക്റ്റ് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. ഇനി നമ്മൾ ദോശ ചുട്ടെടുത്തിട്ടുള്ള ആ ഒരു പാനിൽ തന്നെ കുറച്ച് ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ദോശയുടെ രണ്ട് ഭാഗവും നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ മൊരിയിച്ചിട്ടെടുക്കാം. ഇനി ഇതുപോലെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഈ ഒരു കറക്റ്റ് കളറായിട്ട് വരണം. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ക്രിസ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മൈദ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി മൈദ ഒട്ടും പറ്റാത്തവർക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു സൈഡ് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരെണ്ണം കൂടി പതുക്കെ അങ്ങോട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് ഈ ഒരു കളറാവുന്ന വരെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാം. ഇനി ഇതേ കറക്റ്റ് ഈ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് ഈ ഒരു പാനിൽ അങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ക്രിസ്പായിട്ട് ഈ ഒരു കളറായിട്ട് വരണം കേട്ടോ. എങ്കിലും നമ്മൾ ഈ ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അത് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എന്ന് വെച്ചാൽ ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇതേ പതുക്കെ നമുക്ക് ഈ ഒരു പാനിൽ അങ്ങനെ എടുത്ത് ഓരോന്നോരോന്നായിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ മുഴുവനായിട്ടുള്ള സ്നാക്കും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ആ ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള സ്നാക്കാണ് കേട്ടോ. പുറമെ നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ലൊരു ഫില്ലിങ്സോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ടീ ടൈം സ്നാക്ക് തന്നെയാണ്. ടീ ടൈം ആണെന്നൊന്നുമില്ല, നമ്മൾ രാവിലെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റായിട്ടുള്ള ചായക്കടി തന്നെയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യവും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂട്ടത്തിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.
കൊടുക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.